ओम नमो भगवते वासुदेवाय। ओम नमो भगवते भगवते वासुदेवाय। ओम नमो वासुदेवाय भगवते भगवते वासुदेवाय। ओम वासुदेवाय अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता विशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. നമ്മൾ വായിക്കുന്നത് മുകുന്ദമാല കുലശേഖർ ആൾവാറിന്റെ 14ാമത്തെ ശ്ലോകം നിൽക്കാം. ഏതാണ് ട്യൂൺ ഇതിന്റെ? पृथ्व्यूरेणुरनुपयांसि कनिका फल्गुस्फुलिङ्गो लघुस् तेजो निःश्वासनं मरुत्तनुतरं रन्ध्रं सुसूक्ष्मान्नभा क्षुद्रा रुद्रपितामह प्रभृत्यया कीटा समस्तासुरा दृष्टे यत्र सतारको विजयते श्रीपादधूलिकना. മരിച്ചു വായിച്ചോളൂ. മാജി വായിക്കും. മാജിയുടെ മലയാളം ബുക്ക് ഇല്ലേ കയ്യില്? അത് നന്നായിട്ട് വായിക്കൂ. അപ്പൊ പൃഥ്വീരേണുരനുപയാംസി കണികാ ഫൽഗുസ്ഫുലിംഗോ യത്ര സതാരഗോ വിജയതേ വിനോദിനി മാതാജി വായിച്ചു. പൃഥ്വീരേണുരനുപയാംസി കണികാ ഫൽഗുസ്ഫുല്ലിംഗോ ലഘു തേജോനിശ്വസനം മരുത്തനുത്തരം രന്ധ്രം സുസൂക്ഷ്മം നഭ ക്ഷുദ്രാരുദ്രപിതാമഹ പ്രഭൃതയാഃ കീടാഃ സമസ്താസുരാ ദൃഷ്ടേ യത്ര സാതാരകോ വിജയതേ. Very good. Okay. Once our Savior has been seen, the whole earth becomes no greater than a speck of dust. All the waters of the ocean becomes mere droplets. The totality of fire becomes a minute spark. The winds become just a faint sigh, and the expanse of space becomes a tiny hole. Great lords like Rudra and Grandfather Brahma becomes insignificant, and all the demigods become like small insects. Indeed, even one particle of dust from our Lord's feet conquers all. അപ്പോൾ ഭഗവാന്റെ ആ ഗ്രേറ്റ്നെസ്, ആ മഹത്വം, അതാണ് ഇവിടെ കുലശേഖർ ആൾവാർ പറയുന്നത്. അപ്പൊ ഭഗവാനെ നമ്മൾ ഒരു നോട്ടം കണ്ടു കഴിഞ്ഞാൽ, ആ ഭഗവാന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ദ ഹോൾ എർത്ത് ബിക്കംസ് നോ ഗ്രേറ്റർ. അപ്പോൾ ഈ എർത്ത്, ഈ ഭൂമി, നമ്മൾ വസിക്കുന്ന ഭൂമി ഒരു സ്പെക്ക് ഓഫ് ഡസ്റ്റിന്റെ തുല്യമായിട്ട് കൂടി നമുക്ക് കാണാൻ പറ്റില്ലെന്ന്. സോ ദാറ്റ് ഈസ് എ കമ്പാരിസൺ. ഭഗവാനെ നമ്മൾ കാണുമ്പോൾ
ഈ ഇത്രയും വാസ്റ്റായി നമുക്ക് ഇപ്പോ ഇത്രയും വാസ്റ്റായി കാണുന്ന ആ ഭൂമിയെ ഒരു സ്പെക്ക് ഓഫ് ഡസ്റ്റ് ആയിട്ട് നമുക്ക് കാണുന്നു. ഓൾ ദ വാട്ടേഴ്സ് ഓഫ് ദ ഓഷ്യൻ ബിക്കം മോർ മിയർ ഡ്രോപ്ലെറ്റ്സ്. ഇത്രയും മഹാസാഗരങ്ങളുണ്ടല്ലേ, ഒരുപാട് സാഗരങ്ങൾ, അതെല്ലാം കൂടി കൂട്ടിയാൽ ഒരു മിയർ വൺ ഡ്രോപ്ലെറ്റ് ആയിട്ട് നമുക്ക്, ദാറ്റ് ഈസ് ദ, അതാണ് ഒരു കമ്പാരിസൺ. അപ്പോൾ ഭഗവാന്റെ ആ ഗ്രേറ്റ്നെസ് കാണിച്ചു തരാണ് കുലശേഖര. ദ ടോട്ടാലിറ്റി ഓഫ് ഫയർ ബിക്കംസ് എ മൈന്യൂട്ട് സ്പാർക്ക്. ജസ്റ്റ് ഒരു തീപ്പൊരിയുടെ അല്ലെ ഒരു സ്പാർക്ക്, അത്രേ ഉള്ളൂ ടോട്ടൽ എനർജി ഓഫ് ഫയർ. ദ വിൻഡ്സ് ബിക്കം ജസ്റ്റ് എ ഫെയിന്റ് സൈ. ആ കാറ്റും തന്നെ ജസ്റ്റ്, അതായത് നമുക്കൊരു ചെറിയ ഒരു ഇളം കാറ്റ് ഒന്ന് ചിലപ്പോൾ അനുഭവിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ആൻഡ് ദ എക്സ്പാൻസ് ഓഫ് സ്പേസ്, വാസ്റ്റ് സ്പേസ്, സ്കൈ, ഈഥർ becomes a tiny hole, ചെറിയൊരു ഓട്ട. Great lords like Rudra and grandfather Brahma become insignificant. അപ്പൊ നമ്മള് ഇപ്പൊ ഈ ഭൗതിക ലോകത്തിലെ ബ്രഹ്മാവ്, ശിവൻ, അവരെല്ലാം വലിയ വലിയ പൊസിഷനിലുള്ള ഭഗവാന്റെ അസോസിയേറ്റ്സ്, ഭഗവാന്റെ കോൺഫിഡൻഷ്യൽ ഡിവോട്ടീസ്, അവരെല്ലാം become insignificant and all the demigods become like small insects. പിന്നെ എന്താണ് മറ്റുള്ള അന്യദേവതമാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെല്ലാം ചെറിയ ചെറിയ ഇൻസെക്ട്സിന് മാത്രം. Indeed, even one particle of dust from our Lord's feet conquers all. One particle of dust, ഭഗവാന്റെ പാദത്തിലെ ഒരു തരി മണ്ണ്, പൊടി, അത് കംപ്ലീറ്റ് ഓക്യുപ്പൈ ചെയ്യും, കോൺക്കേഴ്സ് ചെയ്യുന്ന പറയുന്നത് കംപ്ലീറ്റ് ഭൗതിക ലോകത്തെ. നമുക്ക് ഉദാഹരണത്തിന് അറിയാം, വാമനലീലയില് അല്ലേ, വാമനലീലയില് 3 സ്റ്റെപ്പാണ് ചോദിച്ചത്. അതെന്തായാലും എന്തുകൊണ്ടാണ് 3 സ്റ്റെപ്പ് ചോദിക്കാൻ കാരണം, ഒരു തരി മണ്ണ് ചോദിച്ചാൽ അത് വിശ്വസിക്കില്ല. എനിക്ക് ഒരു തരി മണ്ണ് തന്നാൽ മതി പറഞ്ഞാൽ മഹാബലി വിചാരിക്കുന്നത് എന്താണ് സംഗതി. അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റെപ്പ് പറയുമ്പോൾ ഒരു മെഷർമെന്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ആ സ്റ്റെപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ പറയുന്ന ഒരു തരി മണ്ണ് മതി, അതിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മെഷർമെന്റ് കാണണ്ടേ. അപ്പൊ 3 സ്റ്റെപ്പിനുള്ള എനിക്ക് ആ സ്ഥലം തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ 2 സ്റ്റെപ്പ് കൊണ്ട് എല്ലാ പ്രപഞ്ചം മുഴുവൻ അളന്നു. 3-ാമത്തെ സ്റ്റെപ്പിന് സ്ഥലമില്ല. അപ്പോൾ അങ്ങയുടെ പ്രോമിസ്, പ്രതിജ്ഞ പൂർത്തീകരിച്ചില്ല. അതുകൊണ്ട് 3-ാമത്തെ സ്റ്റെപ്പ് ഞാൻ എവിടെ വെക്കണ്ടേ ചോദിച്ചപ്പോഴാണ് വേറെ സ്ഥലമില്ല. ആത്മ സമർപ്പണം അല്ലേ, തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു, അവിടെ കംപ്ലീറ്റ് സറണ്ടർ ആയി. അപ്പൊ ഇവിടെ അതന്നെ കുലശേഖർ ആൾവാർ ഭഗവാന്റെ എക്സ്പാൻസീവ് ആ വിരാട് രൂപം, അതിന്റെ മുകളില് അത് നമ്മൾക്ക് ഭഗവാനെ കാണാൻ പറ്റിയ, ഭഗവാൻ പറഞ്ഞ ഈ പ്രപഞ്ചം മുഴുവൻ ആ വിരാട് രൂപമാണ്, വിശ്വരൂപമാണ്. അപ്പൊ അതിനെ നമുക്ക് കാണാനില്ല. ഫോർ എക്സാമ്പിൾ അർജുനന് കാണിച്ചു കൊടുത്തു വിശ്വരൂപം അല്ലേ. അപ്പോ അർജുനൻ സ്വയം കാണാണ് പഞ്ചപാണ്ഡവന്മാരെയും ഭീഷ്മ പിതാമരെയും ദ്രോണരെയും എല്ലാം, ഇവരെല്ലാവരെയും ഭഗവാന്റെ ആ വായിലേക്ക് പോവാണ്. ഒരുപാട് മൗത്ത്സ് ഉണ്ട് അല്ലെ, എല്ലാവരും ആ തീയിലേക്ക് പോവാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്ന് എന്താണ് ഭഗവാൻ പറയുന്നത്, ദർ ഓൾ ഡിസ്റ്റൈൻഡ് ടു ഡൈ, നിങ്ങൾക്ക് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. ഭഗവാൻ എല്ലാവരെയും കൊന്നു കഴിഞ്ഞു. എപ്പോഴറിയോ, ഭഗവാൻ എല്ലാവരെയും കൊന്നു കഴിഞ്ഞു. മഹാഭാരതം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ സീറ്റ് കീറി. എപ്പോഴാണ് അത് സംഭവിച്ചത് അറിയോ? ഇല്ല പ്രഭു, ഭഗവാൻ ഇങ്ങനെ പറയുന്നത് അറിയാം അർജുനോട്, ഓൾറെഡി ഞാൻ കൊന്നു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ആ വിശ്വരൂപത്തിലൂടെ ഇവരൊക്കെ മരിച്ചിട്ട് ഉള്ളിലേക്ക് പോകുന്നത് കാണുന്നുണ്ടല്ലോ. അത് എപ്പോഴാണ് അത് ഭഗവാൻ തീരുമാനിച്ചത്? എപ്പോഴാണ് പ്രഭു അറിയൂ? ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം, ആ മുടി പിടിച്ചിട്ട് എഴുച്ചു വന്നില്ല, അപ്പൊ തീരുമാനിച്ചു ഭഗവാൻ. ഗോർ പ്രേമാനന്ദേ അപ്പോഴാണ്. അപ്പോ ഭഗവാൻ അതാണ് അർജുനോട് പറയേണ്ടത്, അർജുന നീ വിചാരിക്കുന്നുണ്ട് നീയാണ് ഇവരെല്ലാം വധിക്കുന്നത്, അങ്ങനെ ഒരു ഇതൊന്നും തീരുമാനം, എല്ലാം ആൾറെഡി കൊന്നു കഴിഞ്ഞു. അതിനാണ് ഇത് കാണിച്ചു കൊടുത്തത്, വിശ്വരൂപം കാണിച്ചു കൊടുത്തു അല്ലെ. എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക, അതില് പാണ്ഡവന്മാർ പോകുന്നില്ലേ.
ബാർബറിക്കിനോട് ചോദിക്കണ്ടേ, ബാർബറിക്കിന്റെ ഒരു ബാർബറിക്കിന് ഭഗവാൻ ഒരു വരം കൊടുത്തു. അതായത് ഈ യുദ്ധം മുഴുവൻ ചോദിച്ചു. അദ്ദേഹത്തിനെ കൊന്നല്ലോ, തല മാത്രമേ ഉള്ളൂ. എന്നിട്ട് എനിക്കിത് യുദ്ധം കാണാനുള്ള ആ ഒരു അവസരം, ആ ബ്ലെസ്സിങ്സ് വേണമെന്ന് പറഞ്ഞു. അതായത് ബാർബറിക്ക് നമ്മുടെ ഘടോത്കചൻ അല്ലെ, അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ മകനാണ്, ഭീമന്റെ പൗത്രൻ. അപ്പൊ ഭഗവാൻ വരം കൊടുത്തു. അവിടെ മലയിൽ ഇരുന്നിട്ട് തല മാത്രമേ കാണുന്നുള്ളൂ, ശരീരം ഇല്ലല്ലോ. കംപ്ലീറ്റ് മഹാഭാരത യുദ്ധം കണ്ടു. എന്നിട്ട് അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ് ബാർബറി, അങ്ങ് ഇതെല്ലാം കണ്ടതാണല്ലോ, ആരാണ് ഇതിൽ ശരിക്ക് കൊന്നത് ആൾക്കാർ? അർജുനാണോ, ഭീമനാണോ, യുധിഷ്ഠിരാണോ, ആരാണ്? അപ്പൊ ബാർബറിക്ക് പറഞ്ഞു, ഞാൻ ഒരാളെയും കൊന്നിട്ട് കണ്ടില്ല. ഇത് ഒറ്റ ചക്രം, ഭഗവാന്റെ ചക്രം പോയിട്ട് എല്ലാവരും മരിക്കുന്നതാണ്. ഒരാളും ആരും കൊന്നിട്ടില്ല, എല്ലാം ഭഗവാന്റെ ചക്രമാണ് ചെയ്തത്. അപ്പൊ ഭഗവാൻ ചെയ്തു എല്ലാം, അതിന്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുത്തു? തന്റെ ഭക്തന്മാർക്ക് കൊടുത്തു. അതാണ് ഭഗവാൻ ഒരിക്കലും ആ ക്രെഡിറ്റ്. ഇപ്പൊ പ്രഹ്ലാദ് മഹാരാജിന് നരസിംഹദേവ് ഭഗവാൻ അവതരിച്ചു. ഓക്കെ, അവതരിച്ചിട്ട് എല്ലാവരും പേടി, ലക്ഷ്മിജിക്കും കൂടിയും പേടി. എങ്ങനെ, ഞാൻ ഇങ്ങനത്തെ രൂപം ദേവരെ കണ്ടിട്ടില്ല. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ലക്ഷ്മി അങ്ങനെ പതിയാണല്ലോ, പോയിട്ട് സമാധാനിപ്പിക്കൂ, ശാന്തമാക്കൂ. അയ്യോ എനിക്ക് പേടിയാണ്, ഞാൻ ഈ രൂപം കണ്ടിട്ടില്ല. ശിവൻ, ബ്രഹ്മാവ്, ലക്ഷ്മി ആരും പോകുന്നില്ല അടുത്ത്. പിന്നെ പറഞ്ഞു ബ്രഹ്മാവ്, പ്രഹ്ലാദ അങ്ങക്ക് വേണ്ടിയിട്ടുള്ള വന്നിരിക്കുന്നത്, പോയിട്ട് പ്രഹ്ലാദ യാതൊരു പേടിയില്ലാണ്ട് അവിടെ പോയി ഇരുന്നു. എന്താ പറയാ നക്കി, അതായത് തന്റെ പ്രഹ്ലാദിന്റെ തലയൊക്കെ നക്കി വൃത്തിയാക്കി ആ സ്നേഹം കാണിച്ചു കൊടുക്കുകയാണ് നരസിംഹദേവൻ. അങ്ങനെയല്ലോ സിംഹം അങ്ങനെയല്ലോ തന്റെ കുട്ടികളെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ബ്രഹ്മാവിന് പോകാൻ പറ്റിയില്ലേ, ലക്ഷ്മി ദേവിക്ക് പോകാൻ പറ്റിയില്ലേ, പരമശിവന് പോകാൻ പറ്റിയില്ലേ? ഇവർക്ക് പോകാൻ എന്തുകൊണ്ട് അവർ പറ്റിയില്ല എന്ന് പറഞ്ഞു, അവർ പറ്റില്ല എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് പ്രഹ്ലാദം മാത്രം പോയി? എന്താ അതിന്റെ കാരണം? ആ ക്രെഡിറ്റ് മുഴുവൻ പ്രഹ്ലാദന് കൊടുക്കാനായിട്ട്. കാണിച്ച ഇത് പ്രഹ്ലാദന്റെ ലീലയാണ്. ലക്ഷ്മി ദേവി പോയിട്ട് സമാധാനിപ്പിച്ചാൽ, അതായത് ഇത് ചെയ്താൽ, അല്ലെങ്കിൽ ബ്രഹ്മാവോ ശിവനെ പോയാൽ ക്രെഡിറ്റ് അവർക്കാണ് പോവുക. ഇത് പ്രഹ്ലാദ ലീലയാണ്, പ്രഹ്ലാദനാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്, പ്രഹ്ലാദന്റെ ഗ്ലോറീസ് ആണ് അവിടെ പുകഴ്ത്തേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് മറ്റുള്ളവരെല്ലാവരും ഭഗവാന്റെ ആഗ്രഹപ്രകാരം പറ്റില്ല എന്ന് പറഞ്ഞത്. പ്രഹ്ലാദനെ അവിടെ മുമ്പിലേക്ക് വെച്ചു, പ്രഹ്ലാദനെ ഗ്ലോറിഫൈ ചെയ്തു. അപ്പൊ നരസിംഹന്റെ അവതാരം തന്നെ വൺ ഫുൾ ഇതാണ്. ഇത്രയും വലിയ ഇത് അധ്യായം വേറെ ഇല്ല ഭാഗവത്തില് അല്ലെ. അപ്പൊ അങ്ങനെ ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക് ക്രെഡിറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്റെ ആ യൂണിവേഴ്സൽ ഫോം കാണാനുള്ള ഭാഗ്യം അവിടെ അർജുനോ കിട്ടി. അതിലെല്ലാവരും ഉണ്ട്, ഒന്നും ബാക്കി എല്ലാം കാണുന്നുണ്ട്. അതാണ് അപ്പോ ഭഗവാന്റെ ഒരു സ്പെക്ക് ഓഫ് ഡസ്റ്റ്, അത്രേ ഉള്ളൂ. ഇതെല്ലാം ഇവരെല്ലാം ഭഗവാന്റെ ഫോമിന് മുമ്പിൽ, ഭഗവാന്റെ യൂണിവേഴ്സൽ ഫോമിന് മുമ്പിൽ, അത് ഗ്രാൻഡ് ഫാദർ, ബ്രഹ്മ, രുദ്ര ബിക്കം ഇൻസിഗ്നിഫിക്കൻറ്റ് എന്ന് പറയുന്നു. നോക്കാം എന്താണ് പർപ്പോട്ടിലെന്ന്. ലോർഡ് കൃഷ്ണ ഈസ് അൺലിമിറ്റഡ്, നോ വൺ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹിം. എന്താണ്? അസമൗർധ്വ, ഭഗവാന് തുല്യമായിട്ട് ആരുമില്ല, ഭഗവാന് മുകളിലും ആരുമില്ല. Therefore, it is impossible to compare him with anyone else, even if we wish to make a favorable comparison. Okay, ഭഗവാനോട് കമ്പയർ ചെയ്യാൻ ഒരാളില്ല. ഇതില് ഒരു ശ്ലോകമുണ്ട്, ഇതിന് ഹരിഭക്തി വിലാസിൽ പറയുന്നു. എന്താണ് ശ്ലോകം? ഒരു മിനിറ്റ്. ആ ശ്ലോകം ഇങ്ങനെയാണ് പറയുന്നത്: യസ്തു നാരായണം ദേവം ബ്രഹ്മരുദ്രാദി ദൈവതേ സമത്വേനൈവ വീക്ഷേത സ പാഷണ്ഡി ഭവേ ധ്രുവം. എന്താണ്? യസ്തു നാരായണം ദേവം, അതായത് ഭഗവാൻ നാരായണനെ, ബ്രഹ്മ രുദ്രാദി ദേവതേ, ബ്രഹ്മാവ്, രുദ്രൻ, മറ്റ് അന്യ ദേവതമാരെ
തുല്യമായിട്ട് സമത്വേനൈവ വീക്ഷേത. വീക്ഷേത പറഞ്ഞാൽ വീക്ഷിക്കുക, കാണുക. സമത്വമായിട്ട് വീക്ഷിക്കുകയാണെങ്കിൽ അവരെന്താണ്? സപാഷണ്ഡി ഭവേദ്ധ്രുവം. പാഷണ്ഡി പറഞ്ഞാൽ എന്താണ്? ഏത്തിസ്റ്റ്, നിരീശ്വരവാദികള്, വിവരമില്ലാത്ത ആൾക്കാർ. അവരെന്താണ്? സപാഷണ്ഡി ഭവേദ്ധ്രുവം. തീർച്ചയായിട്ടും അവരെ പാഷണ്ഡിയായിട്ട് കാണണമെന്ന്. അതായത് ഭഗവാൻ നാരായണനായിട്ട് തുല്യമായിട്ട് ബ്രഹ്മാവിനെയോ രുദ്രനെയോ മറ്റ് ദേവി ദേവതന്മാരെയോ കാണുന്നവരെ, വീക്ഷിക്കുന്നവരെ പാഷണ്ഡിയായിട്ട് കാണുന്നതാണ് പറയുന്ന ഹരിഭക്തി വിലാസം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മാവും രുദ്രനെല്ലാം വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടാണ് കാണുന്നത് നമ്മൾ ഭഗവാന്റെ ദർശനം കാണുമ്പോൾ. വാട്ട് ടു സ്പീക്ക് ഓഫ് അന്യ ദേവദാസ്, മറ്റുള്ള അവരെന്താ? ഇൻസിഗ്നിഫിക്കന്റ് ഇൻസെക്ട്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും ഭഗവാനെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല, തുലനം ചെയ്യാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താ? യസ്തു നാരായണം ദേവം ബ്രഹ്മരുദ്രാദി ദേവതേ സമത്വേനൈവ വിക്ഷേത സപാഷണ്ഡി ഭവേദ്ധ്രുവം. പറയുന്നത് he is unique, everything depends on him and he is the only provider. Eko bahuna yo vidadhati kaman. Therefore to say that God is greater than all others is insufficient praise. Eko bahuna, ego is the only one. Okay. Therefore to say that God is greater than all others is insufficient praise. അതായത് ഭഗവാനെ സ്തുതിക്കുന്നത്, ഭഗവാൻ എല്ലാവരെക്കാട്ടിലും ഗ്രേറ്റർ ആണെന്ന് സ്തുതിക്കുന്നത്, ആ ഗ്ലോറി, അത് ഗ്ലോറി അല്ല എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഇൻസഫിഷ്യന്റ് പ്രൈസ്. So but to bring the reality of the Godhead more vividly to focus in our limited minds, which are always prone to making comparison. നമ്മുടെ കമ്പാരിസൺസ് എന്താണ്? ഡോക്ടർ ഫ്രോഗ്സ് ഫിലോസഫിയിലുള്ള കമ്പാരിസൺ പോലെയാണ് അല്ലേ? നമുക്കറിയാം കിണറ്റിലെ തവള, അതിന്റെ കമ്പാരിസൺ. സമുദ്രത്തിൽ നിന്ന് വന്ന തവളുടെ അടുത്തുള്ള സംവാദത്തില് കമ്പയർ ചെയ്യാണ് കിണറ്റിലെ തവള. സമുദ്രം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും 10 ഇരട്ടി ഉണ്ടോ, അല്ലെങ്കിൽ 100 ഇരട്ടി ഉണ്ടോ, അല്ലെങ്കിൽ 1000 ഇരട്ടി ഉണ്ടോ, ഒക്കെ റിലേറ്റീവ് ആണ്. അതേപോലെ നമ്മുടെ കമ്പാരിസണും അതേപോലെയാണ് ആണ് പറയുന്നത്. സോ we are always prone to make comparison. നമുക്ക് കമ്പാരിസണേ ചെയ്യാൻ പറ്റില്ല. There is no comparison. അതല്ല നമ്മൾ പറഞ്ഞത്, നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ പറയുക? ഇൻകംപാരബിൾ. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ കിങ് കുലശേഖര ഹിയർ ഗിവ്സ് us metaphors that stress the supreme greatness of the Lord. അതിന്റെ മെറ്റഫോർ ആണ് ഇപ്പൊ ആദ്യത്തെ പിന്നെ പാസേജില് കിങ് കുലശേഖര ആൾവാർ എക്സാമ്പിൾ സഹിതം, ഉദാഹരണ സഹിതം വിവരിച്ചാണ്. ഇതൊരു മെറ്റഫോർ ആണ്. അതായത് ഇപ്പൊ നമ്മൾ ലിറ്ററലി അത് കാണാൻ പാടില്ല. അതായത് നമ്മൾ കാണുമ്പോൾ ഭഗവാൻ എന്താ ശിവനും ബ്രഹ്മവും ഒക്കെ എന്നിട്ട്, പക്ഷെ അതൊരു മെറ്റഫോർ ടു മേക്ക് us understand how great the supreme Lord is. എത്ര ഗ്രേറ്റ് ആണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റഫോർ. So he compares the Supreme Lord to persons and things we might think are the very greatest. Okay, നമ്മളെപ്പോഴും പറയില്ലേ, ബ്രഹ്മാവ് is a secondary creator, Lord Shiva is the annihilator. Okay, it's great. അപ്പൊ ആ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ. അപ്പോ compared to the Supreme Lord, what is their position? അപ്പൊ അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കും. So those who reject the personal conception of God, such as pantheist. പാന്തിസ് പറഞ്ഞാൽ എന്താണ്? പാന്തിസ് പറഞ്ഞാൽ ഈ പ്രകൃതി തന്നെ ഭഗവാൻ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാര്. ഈ പ്രകൃതി അതാണ് ശക്തി. അപ്പോ അങ്ങനത്തെ പാന്തിസ് തിങ്ക് ദാറ്റ് the earth itself is God. ആണല്ലോ, earth itself is God. ഭൂമി തന്നെ ഭഗവാനാണെന്ന് വിചാരിക്കുന്നു. Some impersonalists think that the sky is the greatest manifestation. അപ്പൊ ചില ആൾക്കാർ വിചാരിക്കും സ്കൈ കാണിച്ചാൽ വാസ്റ്റ്നെസ്, എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു നമുക്കറിയില്ല അല്ലേ? അപ്പൊ അതാണ് ഏറ്റവും വലിയ
ക്രിയേഷൻ എന്ന് വിചാരിക്കുന്നു. ആൻഡ് സോ ദേ കൺസിഡർ ഇറ്റ് ടു ബി ഗോഡ്. അതുകൊണ്ട് അത് പാന്തീസിന്റെ കാര്യം പറയുന്നത്. ചില ആൾക്കാർ ആകാശത്തെ, ചില ആൾക്കാർ ഭൂമിയെ ഭഗവാനായിട്ട് കാണുന്നു. കാരണം ചില അവർക്ക് കൺസീവ് ചെയ്യാൻ പറ്റാത്തുള്ള ഒരു ശക്തിയാണ് അതൊക്കെ. ഡെമിഗോഡ് വർഷിപ്പേഴ്സ് കൺസിഡർ രുദ്ര ഓർ ബ്രഹ്മ ആസ് സുപ്രീം പേഴ്സൺ. അന്യദേവതമാരെ ആരാധിക്കുന്ന ആൾക്കാരെ ബ്രഹ്മാവിനെ അല്ലെങ്കിൽ രുദ്രനെ ഭഗവാനായിട്ട് കാണുന്നു. ഓർ ദേ തിങ്ക് ഓൾ ഗോഡ്സ് ആർ ഈക്വൽ. ഇതൊക്കെ ഇമ്പേഴ്സണലിസം ഫിലോസഫിയാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ രുദ്ര, അല്ലെങ്കിൽ ബ്രഹ്മാവ്, അല്ലെങ്കിൽ എല്ലാ ഈശ്വരന്മാരും ഗണപതി, ഹനുമാൻ, ഇവരെല്ലാം ഒരേ ഭഗവാന്റെ ഡിഫറെന്റ് ഫോംസ് ആണ് എന്നുള്ള ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാർ. ദസ് കുലശേഖര മെറ്റഫേഴ്സ് serve to dismantle all these misconceptions. അപ്പോൾ ഈ ശ്ലോകത്തിലൂടെ കുലശേഖര ആൾവാർ അങ്ങനെയുള്ള ഫിലോസഫിയെ എല്ലാം ഡിസ്മാൻറ്റിൽ ചെയ്യാണ്. കാരണം ഭഗവാന്റെ ഗ്രേറ്റ്നെസ് ഇവരെ കമ്പയർ ചെയ്ത് കാണിക്കുമ്പോൾ ഇവരൊന്നുമില്ല, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇംപേഴ്സണലിസ്റ്റിന്റെ ആ ഒരു ഫിലോസഫി സിദ്ധാന്തം ഇവിടെ ഈ ശ്ലോകത്തിലൂടെ കുലശേഖര ആൾവാർ അതിനെ റെഫ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. So this verse expresses King Kulashekara's mood of awe and reverence as he contemplates the Supreme Lord's magnificent power and opulence. Many pure bhaktas go beyond this appreciation of the Lord in his opulent majesty and come to enjoy intimate loving exchanges with him. അപ്പോൾ ശുദ്ധ ഭക്തന്മാരെ എന്താണ് ചെയ്യുക? They go beyond this appreciation of the Lord in his opulent majesty. അപ്പൊ അവര് ഈ ഓപ്പുലൻസ് അല്ല നോക്കുന്നത്. ഭക്തന്മാരെന്താ നോക്കണം? ഭഗവാന്റെ ഓപ്പുലൻസ് അല്ല നോക്കുന്നത്. ഭക്തന്മാർക്ക് എന്താണ്? ഇന്റിമേറ്റ് സ്വീറ്റ് ലവിങ് എക്സ്ചേഞ്ച് സുപ്രീം ലോർഡ്. അതാണ് അവർക്ക്. അല്ലാണ്ട് ഈ ഓൺ റെഫറൻസ് അല്ല. അത് മറ്റുള്ളവർക്കാണ്. ഭക്തന്മാർക്ക് ഓൺ റെഫറൻസ് ഇല്ല, ഐശ്വര്യത്തിലല്ല. ഇതെല്ലാം ഭഗവാന്റെ ഐശ്വര്യങ്ങളാണ് കാണിക്കുന്നത്, ഗ്രേറ്റ്നെസ്. പക്ഷെ ഭക്തന്മാർ എന്താണ്? അവർക്ക് എന്താണ്? ദേ വാണ്ട് ടു ഹാവ് എ loving sweet relationship with the Supreme Lord. Adana avaru appreciate cheyullu. So but regardless of one's ultimate relationship with the Lord, when one starts one devotion's career, one must be trained to appreciate the greatness of the Supreme Lord. Okay, nammal edu thanne ayil seri nammal bhagwanilekku aa bandham sthapikumbo bhagwante greatness um nammal മനസ്സിലാക്കണം, അതിനെ appreciate cheyanam എന്നാണ് പറയുന്നത്. Therefore in the Bhagavad Gita 9.8, Krishna teaches his friend Arjuna, the whole cosmic order is under me. Under my will, it is automatically manifested again and again, and under my will, it is annihilated at the end. Edana Slokam 9.8. Mayadhyakshana Prakriti adano. ഇതാണ് പ്രകൃതിയും സ്വാമവഷ്ടഭ്യ വിസൃജാമി പുനഃ പുനഃ ഭൂതഗ്രാമം അവശം പ്രകൃതിർ വശാത്. 9.8 അതാണ് പ്രഭു. The whole cosmic order is under me. Under my will, it is automatically manifested again and again, and under my will, it is annihilated at the end. അപ്പോൾ എൻ്റെ ഇച്ഛപ്രകാരം, എൻ്റെ ആഗ്രഹപ്രകാരമാണ് ഇത് ഓരോ സമയത്തും വരുന്നതും പോകുന്നതും. എൻ്റെ ഇച്ഛപ്രകാരമാണ് ഇത് അവസാനം എല്ലാം ഡിസൊല്യൂഷൻ ആവുന്നു എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. Because the Supreme Lord's potencies are unlimited, they are also inconceivable. അപ്പോൾ നമ്മളുടെ ഈ ചെറിയ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എത്രയോ അപ്പുറമാണ് ഭഗവാന്റെ ഗ്രേറ്റ്നെസ്, ഓപ്പുലൻസസ്. എന്തിന് ഭഗവാന്റെ ഗ്രേറ്റ്നെസ് പോട്ടെ, ഓക്കെ, നമ്മളുടെ ഈ സ്വന്തം ശരീരം എങ്ങനെ വർക്ക് ചെയ്യുന്നു പറയാൻ പറ്റും. നമ്മളുടെ ശരീരം വേറെ ഒന്നും നോക്കണ്ട, നമ്മളുടെ സ്വന്തം ശരീരം എങ്ങനെയാണ് ഇതെല്ലാം പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്നത്, എന്താണ് ഈ സിസ്റ്റം, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നമുക്കറിയില്ല. അതന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. ഈവൺ വലിയ എത്ര എക്സ്പേർട്ട് ഡോക്ടേഴ്സ് ആയാലും ശരി, സയൻറ്റിസ്റ്റ് ആയാലും ശരി, ഒരു കംപ്ലീറ്റ് ഒരു അനാട്ടമി ഓഫ് ദ ബോഡി അവർ കംപ്ലീറ്റ് അറിയില്ല. ദ ഫിസിയോളജി, അനാട്ടമി ഓഫ് ദ ബോഡി, ഹ്യൂമൻ ബോഡി, ഫോർഗെറ്റ് അബൌട്ട് അതർ ബോഡി. അത് എത്ര തന്നെ വലിയ ശാസ്ത്രജ്ഞനായാലും ശരി, എത്ര തന്നെ വലിയ മെഡിക്കൽ പ്രൊഫഷണൽ ആയാലും ശരി, അവർക്ക് കംപ്ലീറ്റ് അറിയില്ല അത് എങ്ങനെ കംപ്ലീറ്റ്
ചിലതൊക്കെ ടു സം എക്സ്റ്റെന്റ്, ബട്ട് ദ സ്റ്റിൽ ലേണിംഗ്. അതിന് ഒരു എൻഡില്ല. എത്ര പഠിച്ചാലും വീണ്ടും പഠിക്കേണ്ടി വരും. ഓക്കെ, ഇപ്പൊ എല്ലാം മുമ്പത്തെ പോലെയല്ല. ഇപ്പൊ എല്ലാം ഒരു സ്പെഷ്യലൈസേഷൻ ലൈനിലാണല്ലോ. എന്താണ് കണ്ണിന്റെ ഡോക്ടർ പോയാൽ എനിക്ക് ഏത് കണ്ണിലെ വേദന? ഇടത്തെ കണ്ണ്. അയ്യോ, ഞാൻ റൈറ്റ് ഐന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. യു ടു ഗോ ടു ദ ലെഫ്റ്റ് ഐ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, മുമ്പത്തെ ആൾക്കാർ പറഞ്ഞാൽ ഒരു MBBS ഉണ്ടെങ്കിൽ എല്ലാം ട്രീറ്റ് ചെയ്യും. കണ്ണും മൂക്കും തലയും എല്ലാം ട്രീറ്റ് ചെയ്യും. ഇപ്പൊക്കെ സോ സ്പെസിഫൈഡ് ഫീൽഡാണ്. ഓക്കെ, വലത്തെ ചെവിയാണ് വേണമെങ്കിൽ വലത്തെ ചെവിയുടെ ഡോക്ടർ പോകണം. അത്രയും സ്പെഷ്യലൈസേഷൻ ആയി എന്ന് പറയാം. അപ്പൊ അവർക്ക് അത് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ചെയ്യുള്ളൂ, അറ്റൻഡ് ചെയ്യുള്ളൂ. നമ്മുടെ സ്വന്തം ശരീരത്തിനെ പറ്റി നമുക്കറിയില്ല, പിന്നെ എങ്ങനെ ഈ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള പ്രപഞ്ചത്തിലെ ആ നാഥനെ പറ്റി നമുക്ക് അറിയാൻ പറ്റുക? സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ദ ഹോൾ കോസ്മിക് order is under me, under my will it is automatically manifested again and again, and under my will it is annihilated at the end. Because the Supreme Lord's potencies are unlimited, they are also inconceivable. For example, Krishna creates all the species of life and yet he has no connection with them. ഭഗവാനാണ് എല്ലാ സ്പീഷീസിനെയും സൃഷ്ടിക്കുന്നത്, പക്ഷെ he is totally detached. Okay. Totally detached. He has no connection with them in the sense that he doesn't control directly. ഭഗവാൻ തന്റെ ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സിനെ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വലിയൊരു കമ്പനി, ഇപ്പൊ അംബാനി, അദാനി, ഇവരൊക്കെ ഒരുപാട് എംപയർസ് ആണ്, ബിസിനസ് എംപയർസ് ആണ്. അപ്പൊ അവർ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ കമ്പനിയിലും പോയിട്ട് അവർ മാനേജ് ചെയ്യുന്നുണ്ടോ കാര്യങ്ങൾ? ഇല്ല. അവരവരുടെ ഹെഡ് ഓഫീസിൽ ഇരുന്ന് ഫയൽസ് എല്ലാം അവരുടെ അടുത്ത് എത്തും. ഇന്ന കമ്പനിയുടെ എത്ര പ്രോഫിറ്റിന്റെ എത്ര ഇതുണ്ട്, അതുണ്ട്, എല്ലാം എത്ര എംപ്ലോയീസ് ഉണ്ട്, എത്ര എംപ്ലോയീസിനെ വെക്കണം, എത്ര എംപ്ലോയീസിന് നീക്കം ചെയ്യണം, ഇതെല്ലാം അവിടെ ജസ്റ്റ് അവർ മാനേജേഴ്സ് വന്ന് പറയും, അവർ സൈൻ ചെയ്ത് കൊടുക്കും. ഇത്രേ ഉള്ളൂ. അപ്പൊ അവരുടെ അത്തറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട് ഓരോ കമ്പനിയിലും. അതേപോലെ ഭഗവാന്റെ എനർജീസ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. ഭഗവാൻ എപ്പോ വേണമെങ്കിലും ഇന്റർഫിയർ ചെയ്യാം, അത് വേറെ കാര്യം, ആവശ്യം വരികയാണെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ഭഗവാന്റെ ഒരു ശുദ്ധ ഭക്തന് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഹി വിൽ ഇന്റർഫിയർ ഡെഫിനറ്റ്ലി. അപ്പൊ അത് തന്റെ ശക്തിക്ക് വിട്ടുകൊടുക്കില്ല. അതേപോലെ ഇപ്പൊ ഈവൻ കമ്പനീസിനും കമ്പനിയുടെ ഓണറുടെ ഒരു പ്രത്യേക ഒരു ഇഷ്ടപ്പെട്ട ഒരാള് എംപ്ലോയി ഉണ്ട്, അയാളെ വേറെ വല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ഹെഡോ അല്ലെങ്കിൽ മാനേജറോ എപ്പോഴും ഹറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ എംപ്ലോയി തന്റെ ഓണറോട് ചെന്ന് കണ്ടു പറഞ്ഞാൽ എന്താ പ്രശ്നമായി, പിന്നെ അല്ലെ ഡയറക്ട്ലി അയാൾ ഇൻവോൾവ് ചെയ്യും. അതേപോലെ ഭക്തന്മാരുടെ കാര്യം വരുമ്പോൾ ഭഗവാൻ ഡയറക്ട്ലി ആവശ്യം വരുന്ന സമയത്ത് ഇൻവോൾവ് ചെയ്യും, അല്ലെങ്കിൽ ഇല്ല. അപ്പൊ അതാണ് ആൾദോ ഹി ഹാസ് ക്രിയേറ്റഡ്, ഭഗവാനാണ് അതിനെ സൃഷ്ടിച്ചെങ്കിൽ ഹി ഹാസ് നോ കണക്ഷൻ വിത്ത് ദം. അതാണ് അതിന്റെ അർത്ഥം. സോ ദ ജീവ സോൾസ് ഹാവ് നോ അവയർനെസ് ഓഫ് ഹൗ ദ കോസ്മിക് പ്രോസസ് ഈസ് ടേക്കിംഗ് പ്ലേസ്. യെറ്റ് ബൈ ദ വിൽ ഓഫ് ദ ലോർഡ് ദേ ആർ സംടൈംസ് സപ്ലൈഡ് ബോഡീസ് allowed to maintain themselves for a while, and then without their knowledge or control they are annihilated. Okay, നമുക്ക് ജീവാത്മാക്കൾക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ എവിടുന്ന് വരുന്നു, എന്താണ് നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്ന് ഭവിച്ചിരിക്കുന്നത്. നമ്മളൊരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് പാരൻസിന്റെ മകനായിട്ടോ മകളായിട്ടോ ജനിക്കുന്നു, ഒരു പെർട്ടിക്കുലർ രാജ്യത്ത്, ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത്, ഒരു പെർട്ടിക്കുലർ മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു കണക്ഷൻ. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് സാധാരണ ജീവാത്മാക്കൾക്ക് അറിയില്ല. ഇതാരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നൊന്നും നമുക്കറിയില്ല. സോ but he whose will directs all these changes is not involved with it. ഇതെല്ലാം ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഭഗവാൻ ഇത് ഡയറക്ട്ലി ഇൻവോൾവ് അല്ല. ഇതെല്ലാം ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം പോലെ, ഒരു പ്രോഗ്രാം, ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൽ നമ്മൾ എങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, അപ്പൊ അതിന്റെ സീക്വൻസിൽ ആ പ്രോഗ്രാം അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതേപോലെ പ്രകൃതി അതിന്റെ കാര്യങ്ങൾ, പ്രകൃതിയുടെ ആ സൂപ്രിണ്ടന്റ് അത് വേണ്ട പോലെ ഒരു ഓട്ടോമേറ്റഡ് പ്രോസസ് പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്നത് ചെയ്യുന്നു. ഇപ്പോൾ ഗവൺമെന്റ് റൂൾ പാസ്സാക്കാണ്, ഇപ്പോൾ ഇന്ന കുറ്റം ചെയ്താൽ ഇന്ന ശിക്ഷ, ഓട്ടോമാറ്റിക്കലി അത് നടപ്പാക്കും. ഇപ്പോൾ ഒരാൾ മോഷണം ചെയ്തു, അയാൾക്കുള്ള ശിക്ഷ എന്നതാണ് അത് നടപ്പിലാക്കി. അതേപോലെ നമ്മളും ചെയ്യുന്ന കർമ്മത്തിന്റെ ആ ഫലങ്ങൾ നല്ലതായാലും ചീത്തയായാലും അതിന്റെ ഫലങ്ങൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ വരും.
അതിന്റെ സമയത്ത് നമ്മൾ അത് അനുഭവിക്കേണ്ടി വരും. നല്ലതാണെങ്കിൽ നല്ലത് അനുഭവിക്കണം, ചീത്തയാണെങ്കിൽ ചീത്ത അനുഭവിക്കണം. ഭഗവാൻ അതിന് ഡയറക്റ്റ് കൺട്രോൾ ചെയ്യുന്നില്ല, അതെല്ലാം തൻ്റെ ശക്തിക്ക് വിട്ടുകൊടുക്കുകയാണ്. സോ ഓട്ടോമേറ്റഡ് പ്രോസസ്സായിട്ട് അത് നടന്നുകൊണ്ടിരിക്കണം. ഭഗവാൻ അതിൽ ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നോട്ട് ഇൻവോൾവ് വിത്ത് ഇറ്റ്. ഗ്ലോറിഫൈങ് ദ ലോർഡ് ആസ് King Kulashekara does in these prayers awakens in us the proper mood of appreciation for the Lord's greatness and also helps us understand our position as his insignificance. കുലശേഖര ആൾവാര് ഈ ശ്ലോകത്തിലൂടെ ഭഗവാന്റെ ആ ഗ്രേറ്റ്നെസ്, മഹത്വത്തെ ഇവിടെ സ്തുതിക്കുകയാണ്. അപ്പോൾ നമ്മളെയും ആ തലത്തിലേക്ക് കൊണ്ടുപോകണം. എങ്ങനെ ഭഗവാനെ ആ ഗ്രേറ്റ്നെസ്, മഹത്വം മനസ്സിലാക്കിയിട്ട് ഭഗവാനെ എങ്ങനെ നമുക്ക് സ്തുതിക്കാൻ പറ്റും, അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മളെയും ആ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുമാണ് ചെയ്യുന്നത് കുലശേഖര ആൾവാർ. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ പൊസിഷൻ, ഞാൻ ഐ എം സംതിങ് എന്നില്ലേ പല ആൾക്കാരും വിചാരിക്കില്ലേ, യു ഡോണ്ട് നോ ഹു ആം ഐ. എനിക്ക് അവർ ആ മിനിസ്റ്റർ മകനാണ്, ഈ മിനിസ്റ്റർ മകനാണ്, എനിക്ക് അത്ര പണമുണ്ട്, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ഒരു ഘമണ്ട്, ഒരു അഹങ്കാരം ഇല്ല എല്ലാവർക്കും. അതെല്ലാം ഈ ഭഗവാന്റെ ഗ്രേറ്റ്നെസ് കാണുമ്പോൾ അവിടെ എന്തായി, എല്ലാം സ്പെക്ക് ഓഫ് ഡസ്റ്റിനെ പോലെ. അതാണല്ലോ പ്രഭാതരെ ഒരു തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജായിട്ടുള്ള ലീല. തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് വളരെ ബ്രില്യൻ്റ് ആണ്, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ശിഷ്യനായിരുന്നു. എന്ത് കാര്യങ്ങളും സാധിച്ചെടുക്കേണ്ട കഴിവുണ്ട്, നല്ല ഇന്റലക്റ്റ് ആണ്, നല്ല നോളജും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മറ്റുള്ള ഡിവോട്ടിയെക്കാട്ടിലും കൂടുതൽ പ്രഭാത ഒരു കൺസിഡറേഷനും, പ്രഭാതര സെക്രട്ടറി ആയിരുന്നു, എല്ലാ കാര്യങ്ങളും പ്രഭാത വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു ഡിസൈപ്പിളായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയൊരു മഹാരാജനെ പറയുന്നതാണ്, തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജനെ പറയുന്നതാണത്. ചെറിയൊരു തലക്കനം പ്രൈഡ് ഉണ്ടായിരുന്നു, ഞാൻ പ്രഭാതരെ അടുത്തുള്ള ശിഷ്യനാണെന്നുള്ളത്. അപ്പൊ പ്രഭാതയ്ക്ക് മനസ്സിലായി. അപ്പൊ പ്രഭാത ഒരു പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞു, തമാൽ കൃഷ്ണ ഗോസ്വാമി, തമാൽ ബ്രിങ് ദ ഭാഗവതം ബുക്ക്. ഭാഗവതം ബുക്കിൽ ഏതോ ഫെസ്റ്റ് കാൻഡിൽ തോന്നും, അതായത് മഹാവിഷ്ണു ശയിക്കുകയാണ്. ആ മഹാവിഷ്ണുവിന്റെ സ്കിൻ പോഴ്സ് ശ്വസിക്കുന്ന സമയത്ത് ഒരുപാട് യൂണിവേഴ്സസ് കുമിളകളായിട്ട് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, വരികയാണ്, കാണിക്കുകയാണ്. ഒരുപാട് മില്യൺസ് ഓഫ് യൂണിവേഴ്സസ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ഹിസ് സ്കിൻ പോഴ്സ്, രോമകുംഭത്ത് കാണിച്ചു കൊടുത്തു. ഇതാണ് ക്രിയേഷൻ, ഇത് മഹാവിഷ്ണു ആണ്. മഹാവിഷ്ണു കോസൽ ഓഷ്യനിൽ ശയിക്കുന്നു. മഹാവിഷ്ണു ശ്വസിക്കുന്ന സമയത്ത് മില്യൺസ് ഓഫ് യൂണിവേഴ്സസ് അദ്ദേഹത്തിന്റെ രോമകുംഭത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുകയാണ്. അങ്ങനെ മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് യൂണിവേഴ്സസിലെ ഏറ്റവും ചെറിയ ഒരു യൂണിവേഴ്സിലാണ് നമ്മളുള്ളത്. ഏറ്റവും ചെറിയ ബില്യൺസ് ആൻഡ് മില്യൺസ്. ആ യൂണിവേഴ്സലിന് 14 പ്ലാനറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പർ പ്ലാനറ്റ് സിസ്റ്റം, മിഡിൽ പ്ലാനറ്റ് സിസ്റ്റം, ലോവർ പ്ലാനറ്റ് സിസ്റ്റം. അപ്പൊ ആ 3 പ്ലാനറ്റ് സിസ്റ്റത്തിലെ മിഡിൽ പ്ലാനറ്റ് സിസ്റ്റത്തിലെ ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ട്. ആ ഒരുപാട് പ്ലാനറ്റ്സില് 7 ദ്വീപുകളുണ്ട്. 7 ദ്വീപിലെ ജംബു ദ്വീപിലെ 9 വർഷങ്ങളുണ്ട്. ആ 9 വർഷത്തിലെ 9 ഖണ്ഡങ്ങളുടെ ഒരു ഖണ്ഡമാണ് ഭാരതഖണ്ഡം. ഓക്കെ, ആ ഭാരതഖണ്ഡം അതായത് എർത്തിലി പ്ലാനറ്റിലെ ഒരുപാട് കോണ്ടിനെന്റ്സ് ഉണ്ട്. ആ ഒരുപാട് കോണ്ടിനെന്റ്സിൽ ഒരു അമേരിക്കൻ കോണ്ടിനെന്റിലെ അമേരിക്കയിലെ ഒരു സിറ്റി ഉണ്ട്, ന്യൂയോർക്ക്. ആ ന്യൂയോർക്കിലെ ഇന്ന സ്ഥലത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിലെ 2ാമത്തെ ഫ്ലോറിൽ നമ്മളെല്ലാവരും ഇവിടെ കൂടിയിട്ട് സത്സംഗം ചെയ്യുന്നു. അതിൽ നമ്മളെല്ലാവരും ഉണ്ട്. അതിലൊരു തമാലുണ്ട്, ഹീസ് തിങ്കിങ് ദാറ്റ് ഹീസ് ഗ്രേറ്റ്. അപ്പൊ തമാൽ കൃഷ്ണ ഗോസ്വാമി സൂം പോയി. അപ്പൊ നമ്മളുടെ ആ പൊസിഷൻ പറഞ്ഞ് മനസ്സിലാക്കി തരാണ് പ്രഭാത്. അത് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജനെ പറയുന്നത്. ഇതാണ് പ്രഭാത. അപ്പൊ എവിടെ നമുക്ക് ഒരു അഹങ്കാരം, നമ്മൾ വി ആർ നത്തിങ്. അറ്റ്ലീസ്റ്റ് ലോർഡ് ശിവ, ലോർഡ് ബ്രഹ്മ, എ സ്പെക്ക് ഓഫ് ദ ഡസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പൊ അവരാ സ്പെക്ക് ഓഫ് ദ ഡസ്റ്റ് പറഞ്ഞ് നമ്മളെന്താണ്? വി ആർ നോട്ട് എക്സിസ്റ്റിംഗ്. നമ്മൾ എക്സിസ്റ്റേ ചെയ്യുന്നില്ല. ആ നമ്മുടെ പൊസിഷൻ. എന്നിട്ടും ആൾക്കാർ ഈ ഡോണ്ട് നോ ഹു ആം ഐ, നിങ്ങൾക്ക് എന്നെ അറിയില്ല ഞാൻ ആരാണെന്ന്. അതാണ് അഹങ്കാരം. അപ്പൊ അത് കുലശേഖർ ആൾവാർ ഈ ശ്ലോകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ പൊസിഷൻ എന്താണ്, ഭഗവാന്റെ പൊസിഷൻ എന്താണ്, ഡെമിഗോഡ്സിന്റെ പൊസിഷൻ എന്താണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഭഗവാനെ എത്ര തന്നെ പുകഴ്ത്തിയാലും അത് ഇൻസഫിഷ്യൻ്റ് ആണ്, ഇൻഅഡിക്വേറ്റ് ആണ്, കുറവാണ്. കാരണം നമുക്ക് ഭഗവാനെ പുകഴ്ത്താൻ പറ്റില്ല. പക്ഷെ എങ്കിലും പറയുന്ന പ്രവാദ പർപ്പുകളിൽ പറയുന്ന പോലെ, അതായത് കുട്ടികളെ, ചെറിയ ചെറിയ കുട്ടികൾ, 1 വയസ്സ് 2 വയസ്സായിട്ടുള്ള കുട്ടികള് അവരെങ്ങനെ അച്ഛ അമ്മ എന്നൊക്കെ പറയാൻ തുടങ്ങുന്നത്, അമ്മ അമ്മ, മാങ്ങ പഴം ആന ചേന എന്നൊക്കെ പറയുന്ന സമയത്ത് ബ്രോക്കൺ വേർഡ്സ് കൊടുക്കും അല്ലേ? ബ്രോക്കൺ കംപ്ലീറ്റ് ശരിക്കും പ്രൊണൗൺസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അച്ഛനും അമ്മയ്ക്ക് എന്തൊരു സന്തോഷമായിരിക്കും. ഓ എൻ്റെ അച്ഛൻ അച്ഛാന്ന് വിളിച്ചു, അല്ലെങ്കിൽ എൻ്റെ മകൻ അച്ഛാന്ന് വിളിച്ചു, മകൻ അമ്മയെന്ന് വിളിച്ചു, അങ്ങനെ വിളിച്ചു ഓരോ വാക്ക് പറയുമ്പോൾ ഭയങ്കര സന്തോഷം അല്ലേ? അതേപോലെ ഭഗവാനും തന്നെ നമ്മളെ ആ ബ്രോക്കൺ വേർഡ്സ് കൊണ്ട് നമ്മൾ മാക്സിമം നന്നായിട്ട് നമ്മളുടെ എബിലിറ്റിക്ക് അനുസരിച്ച് പറയുമ്പോൾ ഭഗവാൻ വളരെ സന്തോഷമായിരുന്നു. ഇറ്റ്സ് നോട്ട് ഇനഫ്. നമുക്ക് ശരിക്കും വാക്കുകൂടി പറയാൻ പറ്റുന്നില്ലേ കുട്ടികളെ പോലെ. പക്ഷെ എങ്കിലും ഭഗവാൻ അതിൽ പ്രീതിപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ 15 അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ബ്യൂട്ടിഫുൾ ശ്ലോകം അല്ലേ? നമ്മളുടെ അസ്തിത്വം എന്താണ്, നമ്മളുടെ ഐഡന്റിറ്റി എന്താണ് എന്ന് കുലശേഖർ ആൾവാർ നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ അടുത്തത് 15. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യഃ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे हरि हरि बोल.